നമസ്കാരം. ശബരിമല സ്വർണ്ണക്കടത്ത് കേസ് കേരളത്തിന്റെ നിയമവ്യവസ്ഥയും ഭരണ സംവിധാനവും ഒരേ സമയം പ്രതിക്കൂട്ടിലാക്കുന്ന ഗുരുതര ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അട്ടിമറിയോ എന്ന ചോദ്യം ശക്തമാവുകയാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ ഹൈക്കോടതി എടുക്കുന്ന നിലപാടിനി നിർണായകമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം മാസം പലത് പിന്നിട്ടും കാര്യമായ പുരോഗതിയില്ലാതെ നീളുന്ന സാഹചര്യത്തിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവർക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കാനുള്ള സാധ്യതകൾ തെളിയുകയാണ്. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കേസുകളിൽ പ്രതികളെ അറസ്റ്റ് ചെയ്ത് 60 ദിവസത്തിനകം പ്രാഥമിക കുറ്റപത്രമെങ്കിലും സമർപ്പിച്ചില്ല എങ്കിൽ കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുമെന്ന നിയമപരമായ ആനുകൂല്യമാണ് ഇവർക്ക് ഇനി തുണയാകാൻ പോകുന്നത്. ജയിലിൽ മോചിതരാകുന്ന 2 പേരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന ചർച്ചയും ഉയരുകയാണ്. അറസ്റ്റിനു ശേഷം 60 ദിവസത്തിനകം പ്രാഥമിക ചാർജ് ഷീറ്റ് പോലും സമർപ്പിക്കപ്പെടാതെ പോയാൽ പ്രതികൾക്ക് ഡീഫോൾട്ട് ജാമ്യം ലഭിക്കുക നിയമപരമായ അവകാശമാണെന്ന സത്യമാണ് ഇന്ന് പൊതുസമൂഹത്തെ അസ്വസ്ഥരാക്കുന്നത്. വാസുവും പത്മകുമാറും ജയിലിൽ നിന്ന് പുറത്തേക്കിറങ്ങാൻ സാധ്യതയുണ്ടെന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇത് വെറും അന്വേഷണ പിഴവാണോ അതോ കൃത്യമായി ആസൂത്രണം ചെയ്ത ഭരണപരമായ മൗനമാണോ എന്ന സംശയം ശക്തമാവുകയാണ്. നിയമം പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയല്ല, നീതി ഉറപ്പാക്കാൻ വേണ്ടിയാണെന്ന അടിസ്ഥാന തത്വം ഇവിടെ തകർക്കപ്പെടുകയാണോ എന്ന ചോദ്യം പിന്നെയും ഉയരുന്നു. പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാരിന്റെ നിയമവാഴ്ച എന്ന അവകാശവാദം ഈ കേസിൽ പൊള്ളയായ മുദ്രാവാക്യമായി മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അന്വേഷണ ഏജൻസികൾക്ക് ആവശ്യമായ സമയം, സ്വാതന്ത്ര്യം, രാഷ്ട്രീയ ഇടപെടലില്ലായ്മ ഇവയെല്ലാം സർക്കാർ ഉറപ്പാക്കുന്നുണ്ടോ എന്നത് നിർണായക ചോദ്യമാണ്. 60 ദിവസത്തിനകം ചാർജ് ഷീറ്റ് സമർപ്പിക്കാൻ പരാജയപ്പെടുന്നത് ഒരു ചെറിയ സാങ്കേതിക പിഴവായി തള്ളിക്കളയാനാകില്ല. കാരണം അതിന്റെ പ്രത്യാഘാതം നേരിട്ട് പ്രതികളുടെ മോചനത്തിലേക്കാണ് നയിക്കുന്നത്. ഇത് ജനാധിപത്യത്തിൽ നിയമത്തിന്റെ ആത്മാവിനെ വെല്ലുവിളിക്കുന്ന സംഭവമാണ്. ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം ഒക്ടോബർ 17 ആദ്യം അറസ്റ്റ് ചെയ്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും പിന്നീട് പിടിയിലായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ എന്നിവരുടെയും റിമാൻഡ് കാലാവധി 60 ദിവസം പിന്നിട്ടിട്ടും കുറ്റപത്രം നൽകാൻ SITക്ക് സാധിച്ചിട്ടില്ല എന്നാണ് വിവരം. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ എൻ വാസു, എ പത്മകുമാർ എന്നിവരുടെ റിമാൻഡ് കാലാവധിയും ഉടൻ 60 ദിവസം കഴിയുന്നതോടെ പ്രതികളെല്ലാം ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള പഴുതുകളെല്ലാം ഒരുങ്ങുകയാണ്. 3 മാസത്തോളമായി തുടരുന്ന അന്വേഷണത്തിൽ സ്വർണ്ണപ്പാളികൾക്ക് എന്ത് സംഭവിച്ചെന്നോ എത്രത്തോളം നഷ്ടപ്പെട്ടെന്നോ അതൊക്കെ എവിടെയാണെന്നോ പോലും കണ്ടെത്താൻ കഴിയുന്നില്ല. കേസിൽ വൻ തോക്കുകളുടെ പങ്കാളിത്തത്തെ കുറിച്ച് ഹൈക്കോടതി തന്നെ സൂചന നൽകിയിട്ടും അന്താരാഷ്ട്ര തലത്തിലുള്ള ഇടപാടുകളെ കുറിച്ച് വ്യക്തത വരുത്താൻ SITക്ക് ഈ നിമിഷം വരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. അന്വേഷണത്തിനായി ഹൈക്കോടതി അനുവദിച്ച സമയം തീരാൻ ഇനി 2 ആഴ്ച മാത്രം ബാക്കി നിൽക്കുമ്പോഴും തനിക്ക് ഗൂഢാലോചനയിൽ പങ്കില്ല എന്ന് വ്യക്തമാക്കി എൻ വാസു സുപ്രീം കോടതിയെ ജാമ്യത്തിനായി സമീപിച്ചിട്ടുണ്ട്. ഇതിനിടെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഫോണിൽ ബന്ധപ്പെട്ട ഉന്നതരുടെ വിവരങ്ങൾ കൈവശമുണ്ടായിട്ടും അവരെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം മടിക്കുന്നത് വലിയ ആക്ഷേപങ്ങൾക്ക് ഇടയാക്കുകയാണ്. കേസ് അന്വേഷണത്തിൽ വീഴ്ച വരുത്തുന്ന ADGP H വെങ്കടേഷിനെ മാറ്റി മറ്റൊരാളെ ചുമതലപ്പെടുത്താൻ ഹൈക്കോടതി തയ്യാറായേക്കുമെന്ന ചർച്ചകളും പോലീസ് വൃത്തങ്ങളിൽ ഈ സമയം സജീവമാണ്. രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ച ഈ കേസ് CBIക്ക് വിടണമെന്ന് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ ശുപാർശ ചെയ്തതോടെ സംസ്ഥാന സർക്കാരും പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഇടതുപക്ഷത്തെ ഉന്നതർക്ക് പങ്കുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന കേസിൽ സ്വതന്ത്രമായ അന്വേഷണം വെല്ലുവിളിയായതിനാൽ കേസ് ഒഴിഞ്ഞുകിട്ടാൻ പോലീസിനും താല്പര്യമുണ്ട് എന്നാണ് സൂചന. എന്നാൽ CBI അന്വേഷണം വന്നാൽ അത് രാഷ്ട്രീയമായി തിരിച്ചടിയാകുമെന്ന് സർക്കാർ ഭയപ്പെടുന്നു. BJP CBI അന്വേഷണത്തിനായി കരുക്കൾ നീക്കുന്നുമുണ്ട്. ഇക്കാര്യത്തിൽ ഹൈക്കോടതി തീരുമാനം നിർണായകമാകും. നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ് എന്ന് പറയുന്ന സർക്കാർ നിയമത്തിന്റെ സമയപരിധി പാലിക്കാൻ പോലും പരാജയപ്പെടുമ്പോൾ ആ വാക്കുകൾക്ക് എന്ത് മൂല്യമാണുള്ളത്? പിണറായി സർക്കാർ സ്വയം പ്രഖ്യാപിച്ച ക്ലീൻ ഗവർണൻസ് ഇവിടെ തകർന്നു വീഴുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത്. ഇത് ഒറ്റ കേസിന്റെ കഥയല്ല, സംസ്ഥാനത്ത് നടക്കുന്ന അന്വേഷണങ്ങളുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന മറ്റൊരു ഉദാഹരണം മാത്രമാണിത്. അധികാരത്തിന്റെ നിഴലിൽ നിന്നുകൊണ്ട് പ്രതികൾ നിയമത്തിന്റെ വാതിലുകൾ തുറന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ സാധാരണ പൗരന്റെ നീതിയിലേക്കുള്ള വിശ്വാസം തകർന്ന് തരിപ്പണമാവുകയാണ്. ഒരു ഭരണകൂടത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം നീതി ഉറപ്പാക്കുക എന്നതാണെങ്കിൽ അതിൽ പിണറായി സർക്കാർ പരാജയപ്പെട്ടു എന്ന് തുറന്നു പറയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.